നമുക്ക് ഇലയപ്പം കഴിച്ചാലൊന്ന്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കൂടെ നോക്കാം അല്ലേ. ഭയങ്കര ടേസ്റ്റുള്ള സാധനം കേട്ടോ. നമുക്ക് കഴിച്ച് നോക്കാം. നല്ല ചൂടാ. ഓ അടിപൊളി ടേസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കട്ടെ. ഇത് ഫുൾ നോക്കും ഇതാ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം. ബാ ഗൈസ്. ഇലയുടെ ഉണ്ടാക്കിയാലോ. ഞങ്ങളിവിടെ ഇലയപ്പം എന്നൊക്കെ പറയും. വാഴേൻ്റെ ഇല, ശർക്കര, തേങ്ങ, പിന്നെ വേണ്ടിയത് ഗോതമ്പ് പൊടി. ആശീർവാദം കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഏതും പറ്റും. ഈ മഴയ സമയത്തൊക്കെ ഇത് ഉണ്ടാക്കിയാൽ ഭയങ്കര ഇതാട്ടോ. എന്നിട്ട് കട്ടൻ ചായം കൂട്ടി കഴിക്കാം. ഒരു വലിയ ഫീലാട്ടോ, വല്ലാത്തൊരു ഫീലാട്ടോ. നല്ല ടേസ്റ്റുമാണ്. തിരുവനന്തപുരം, കൊല്ലം ഉള്ള ആൾക്കാർ കൂടുതലായിട്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണിത്. ഏതായാലും ഞാനത് ഉണ്ടാക്കാൻ പോകണം. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാനൊന്ന് കാണിക്കാം. സിമ്പിൾ കാര്യം കേട്ടോ. നോക്കാം. മാവ് കാശ്മീർ മാവ് ഇത് 3 മതി. ഉണ്ടാവുള്ളൂ മതി. കുറച്ച് ഉപ്പിടാം. കുറച്ച് ഉപ്പ് പിന്നെ കുറച്ച് വെള്ളം ഇട്ടു. പച്ചവെള്ളം കേട്ടോ. വെള്ളം വേണം. പച്ചവെള്ളം ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കാം. കൈ കൊണ്ട് കയ്യുടെ കൈ കേട്ടോ. നന്നായിട്ട് ഇളക്കി വരും. നന്നായിട്ട് സോഫ്റ്റ് ആവുന്നവരെ കുഴക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആവണം കേട്ടോ. നന്നായിട്ട് സോഫ്റ്റ് ആവുന്നവരെ നന്നായിട്ട് കുഴച്ചിട്ട് നമുക്ക് നല്ല റൗണ്ടിൽ ഇങ്ങനെ എടുക്കാം കേട്ടോ. റൗണ്ടിലെടുത്ത് പിന്നെ വാഴയില വെച്ചിട്ട് അതിങ്ങനെ പരത്തി മധുരമൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനതാ കുറച്ച് റൗണ്ട് ആക്കിയിട്ടുണ്ട്. കുറച്ച് മാവ് കൂടിപ്പോയി തോന്നുന്നു. എന്നാലും ഞങ്ങൾ കഴിക്കും. നല്ല രസമുള്ള ഇതായതുകൊണ്ട് ഞങ്ങൾ കഴിക്കും. നമുക്കിനി പരത്താം. പിന്നെ വാഴേൻ്റെ ഇല കഴുകി വൃത്തിയാക്കി ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ടായിരുന്നേ. അതിങ്ങനെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇത് സ്പീഡ് കൂട്ടി കേട്ടോ ഇത് എഡിറ്റ് ചെയ്ത്. അതുകൊണ്ടാട്ടോ. അല്ലാണ്ട് ഞാൻ എളുപ്പത്തിൽ ചെയ്യുന്നതല്ല കേട്ടോ. കൈമുറി കേട്ടോ സൂക്ഷിക്കണം. അതുകൊണ്ട് അപ്പോൾ നമുക്ക് ബാക്കി ചേരുവകൾ നോക്കാം. ഇങ്ങനെ ഇളക്കാം. ഞാൻ കൈ കൊണ്ടൊക്കെ ഇളക്കുന്നു കേട്ടോ. നല്ല സ്റ്റൈലൊക്കെ കാണിച്ചാൽ ടേസ്റ്റ് ഉണ്ടാകും. സ്പൂണൊക്കെ ചിലക്കരുത്. ശർക്കര ഇങ്ങനെ കൈ കൊണ്ട് തേങ്ങ ശർക്കര ഇങ്ങനെ ഇളക്കണം. എന്നാലേ കൊണ്ട് ടേസ്റ്റ് ഉണ്ടാക്കുള്ളൂ. ഇളക്കി കൂട്ടി നമുക്ക് ഓരോ കൊണ്ടെടുത്തിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ ഇങ്ങനെ പരത്താം. എല്ലാ ഭാഗത്തേക്കും ഞാൻ പോകാം കേട്ടോ. ഇതൊക്കെ പണ്ടുള്ള അമ്മമാരൊക്കെ ഉണ്ടാക്കുന്ന സംഭവം. എപ്പോഴും ആർക്കും അറിയാമെന്ന് എനിക്കറിയത്തില്ല. ചില ആൾക്കാർക്ക് അറിയാം. ചില ടേസ്റ്റ് ആട്ടോ. ഗോതമ്പായതുകൊണ്ട് തേങ്ങ കുറച്ച് വെച്ചാൽ മതി. വലിയ മധുരം വേണ്ട. കുറച്ച് കൊടുക്കാം. നമുക്ക് ഇഡ്ഡലി ചെമ്പിൽ തട്ട് വെച്ചിട്ട് ഇത് പറക്കി വെക്കാം കേട്ടോ. ഇതെല്ലാം കൂടെ ഒന്നിച്ച് തന്നെ വെക്കാം കേട്ടോ. സോഫ്റ്റ് ആയതുകൊണ്ട് പെട്ടെന്ന് ആവി കയറും. 25 മിനിറ്റൊക്കെ മതി. നന്നായിട്ട് ആവി കയറി കഴിഞ്ഞാൽ സംഭവം റെഡി കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. നന്നായിട്ട് അടച്ച് ഗ്യാസിൽ വെക്കാം. നോക്കിയാലോ, എടുത്തൊന്ന് ഓപ്പണാക്കി നോക്കാം. എല്ലാവർക്കും നല്ല ചൂടട്ടോ. സംഭവം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് കട്ടൻ ചായ ഇട്ട് കഴിക്കാൻ ഗൈസ്. കണ്ടോ എങ്ങനെയുണ്ട്? മധുരമൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ടുണ്ടോ? മധുരമൊക്കെ ഇങ്ങനെ ഒലിച്ചിറങ്ങിയിട്ടുണ്ട്. നല്ലൊരു വാഴലിൻ്റെ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ഇനി നമുക്ക് കട്ടൻ ചായ ഇട്ട് കുടിക്കാം. കട്ടൻ ചായ ആവുന്നവരെ ഒന്നുകൂടെ വേട്ട അല്ലേ. നമുക്ക് 2-3 വെക്കാം കഴിക്കാൻ. ചൂടാണ് ഗൈസ്. നമുക്കിതിന് ഓപ്പൺ ചെയ്ത് കഴിച്ച് നോക്കാം. ടേസ്റ്റ് ഉണ്ടോയെന്ന് അറിയാലോ. ശർക്കരയും തേങ്ങ എല്ലാം കൂടെ നല്ല ചൂടാട്ടോ. അപ്പോൾ ഇല നമുക്ക് മാറ്റി കൊടുക്കാം. എന്നാലേ ഈ ചൂട് മാറിയിട്ട് കഴിക്കാൻ പറ്റും. അത്രയും ടേസ്റ്റ് ആട്ടോ. വല്ലാത്തൊരു മണം ഉണ്ട് കേട്ടോ. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. കട്ടൻ ചായ എടുത്തിട്ടുണ്ട്. നല്ല ചൂട് കട്ടൻ ചായയും ഇലയപ്പവും. ഇലയുടെയെന്നും പറയും കേട്ടോ. അപ്പം എന്തായാലും എല്ലാവരും ഉണ്ടാക്കി കഴിച്ച് നോക്കാം. അപ്പോൾ ഞങ്ങൾ കഴിക്കട്ടെ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ഞങ്ങളുണ്ട് അവന് ഇഷ്ടമാട്ടോ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്ന. ഇടയ്ക്കിടയിൽ പറയാറുണ്ട്. എനിക്ക് മടിയാറിന് ഞാൻ ഉണ്ടാക്കി കൊടുക്കാറില്ല. ഈ ആദ്യം ഇവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമുള്ള സാധനം. ഇടയ്ക്കിടയ്ക്ക് പറയും ഞാൻ ഉണ്ടാക്കി കൊടുക്കാറില്ല. അങ്ങനെ ഉണ്ട് വെച്ചോ. അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഓർമ്മ കഴിച്ച് കഴിയാനായി.
ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. ഇടയ്ക്കിടയ്ക്ക് എൻ്റെ അടുത്ത് ഉണ്ടാക്കി കൊടുക്കാൻ പറയും. ഞാൻ മടി കാരണം ഉണ്ടാക്കാറില്ല. ഞാനെന്താ അവിടെ നിന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ പകുതി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. മക്കൾക്കൊക്കെ എന്തായാലും ഇഷ്ടപ്പെടും. ശർക്കര ഇഷ്ടമുള്ള മക്കൾക്കൊക്കെ നല്ല ഇഷ്ടമുണ്ടാവും. എന്തായാലും നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക മക്കൾക്കൊക്കെ. സിമ്പിൾ പരിപാടി കേട്ടോ. അപ്പോൾ ഓക്കെ ഗൈസ്, ഞങ്ങൾ കഴിക്കട്ടെ.